താളം ഏതോ രാവിൽ മഴ ചിതറും അയ്യേ അയ്യേ പാടില്ല. വല്ല കാര്യമുള്ള കാര്യത്തിനാണ് ഇവിടെ വന്ന് അയ്യേ അയ്യോ എന്ന് പറഞ്ഞ മര്യാദ ഒക്കെ കിട്ടണം. ശമ്പളത്തിന് ആദ്യം ഏവലോകത്ത് നിന്ന് ഡാൻസ് കളിച്ചാൽ മതി എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു തിരുവത്തമാക്ക ഇവിടെ കാശ് കൂടുതൽ കിട്ടുമെന്നല്ലേ? വല്ല കാര്യമുള്ള കാര്യത്തിനാണോ നോക്ക്. ആർത്തിമുത്ത് വന്നതല്ലേ, അനുഭവിച്ചോ. റാണിങ്ങോട് വന്നാൽ നമ്മളിവിടെ എണ്ണയിലിട്ട് ചുട്ടുകൊല്ലും. അതിനു മുമ്പ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടണോ? അതിനെന്തേലും വഴിയുണ്ടാ? ഇന്നലെ ഞാൻ വഴി ഒപ്പിച്ചു നോക്കി. ഇന്നലെ രാത്രി 1:30 മണിക്ക് നമ്മളെ ബെഡ്റൂമിന്റെ സൈഡില് ഒരാൾ ഒളിച്ചിരിക്കുന്നു. അയ്യോ, മേച്ചപ്പുറത്ത് ഒളിച്ചിരിക്കുന്ന ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചു ആരടാ, മിണ്ടണില്ല. പെട്ടെന്ന് ഞാൻ തലയ്ക്കൊന്ന് കത്തി വലിച്ചൂരി മുട്ടിലഴഞ്ഞ് പതുക്കെ പതുക്കെ അവന്റെ അടുത്ത് പോയി. എന്നിട്ട് അവന്റെ പള്ളയിലിട്ട് ആഞ്ഞൊരു കുത്ത്. പച്ച വെള്ളം ചിതറും പോലെ അവിടെ ആകെ ചോര ചിന്തി. കൊന്നു കൊന്നു ഞാൻ കൊന്നു. ഇതെന്താന്ന്? നിങ്ങൾ ഇന്നലെ രാത്രി കുത്തിക്കൊന്നവൻ. ബാക്കിയുള്ള ഉറക്കത്തിൽ നിന്ന് തൊണ്ട ഇറക്കാതെ കഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടായില്ല. പേര് നിറച്ചും വെള്ളം. നിങ്ങൾക്ക് തലക്കല്ല ഓളോടാ ഇതിലായിട്ട് കുത്തിയത്. ഇതിലിട്ട് കുത്തിയത്. സുരറാണി വന്നിരുമ്പോ സ്റ്റെപ്സ് ഒക്കെ കറക്റ്റ് ചെയ്യും. എന്റെ സ്റ്റെപ്സ് എല്ലാം ഞാൻ മറന്നുപോയി. ഇനി എന്തോന്ന് ചെയ്യട്ടെ? എന്ത് ചെയ്യാനായിട്ട് ഒന്നുകൂടി കളിച്ചു നോക്കെ, ഞാൻ പഠിപ്പിച്ചു തരാം. ഓ, പഠിപ്പിച്ചു താ. ദേവലോകത്തു നിന്നും അസുരലോകത്തേക്ക് നൈസായിട്ട് തട്ടിക്കൊണ്ടുവന്ന രംഭ, തിലോത്തമ എന്നീ ഡാൻസിലെ പിള്ളേരുടെ ശ്രദ്ധയ്ക്ക് അസുര മഹാരാജാവിന്റെ മകൾ കുക്കു അസുരത്തി 8B എഴുന്നള്ളുന്നേ. വിരഹതാപ ചടുല വേഗമിൻ താളം വ്രതഭരിത ഹൃദയഭാവം നെഞ്ചുരുകിയുരുകിയിടറും താളം ഏതോ രാവിൽ മഴ ചിതറും ഇതെന്താ ഇത്? നടനം. നടണം? രണ്ടിനെയും പറിച്ച് അപ്പുറത്തെ പറമ്പിൽ നടണം. അല്ല, നിങ്ങളെ പേരെന്താ? ഇഷ്ടമുള്ളവരെന്നെ രംഭ എന്ന് വിളിക്കും. അപ്പൊ ഇഷ്ടമില്ലാത്തവരോ? അത് പൊടിച്ചെന്നെന്തെങ്കിലുമൊക്കെ വിളിക്കും. ഒരുപാട് പൊടിക്കും. ഇവിടെ എന്ത് വിളിക്കും? ഇവിടെ നമ്മളെ നാട്ടില് കീഴ്ത്താടി എന്ന് വിളിക്കും. നിങ്ങളെ പേരെന്താന്ന്? എന്റെ പേര് തിലോത്തമ്മ. ഇഷ്ടമുള്ളവരും ഇല്ലാത്തവരും തങ്കമ്മേന്ന് വിളിക്കും. ഓഹോ, നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞതാണോ? എനിക്ക് ഭർത്താവുണ്ട്, പക്ഷേ എനിക്ക് മക്കളില്ല. ഇവിടെയോ? എനിക്ക് കുട്ടികളുണ്ട്, പക്ഷെ ഭർത്താവില്ല. ഓഹോ, നിങ്ങൾ നല്ല നർത്തകിമാരാണെന്ന് അറിഞ്ഞിട്ടാണ് എന്റെ അച്ഛൻ തമ്പുരാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ആ കിങ്കരന്മാര് വന്ന കേസല്ലേ? അത് തന്നെ. അവന്മാര് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നല്ല, ഞങ്ങളെ വളച്ചോണ്ടാ വന്നത്. വിളിച്ചോണ്ട് വരാനങ്ങനെ വന്നെങ്കിൽ ഞങ്ങളുടെ പട്ടി വന്നേനെ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ സേഫ് അല്ലട്ടാ. ഓഹോ, എന്താണ് കാരണം? ഇന്നലെ രാത്രി ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ടാവും. ഞങ്ങളുടെ കിടക്കണ ബെഡ്റൂമിന്റെ മുമ്പിൽ വന്നിട്ട് ആരട്ടും വാതിലിട്ട് ഭയങ്കര മുട്ടല്. ഞങ്ങൾക്ക് സെക്യൂരിറ്റി വേണം. ആ മുട്ടയാളാണ് ഇവിടുത്തെ സെക്യൂരിറ്റി. അല്ല, അയാളെന്തിനാ ഞങ്ങളുടെ വാതിക്ക് വന്ന് മുട്ടുന്നത്? അതെ, രാത്രി 1:30 മണി കഴിയുമ്പോൾ അയാൾ നിങ്ങൾ സുരക്ഷിതരാണോ ഉറങ്ങിയോ എന്നറിയാമെന്ന് മുട്ടി വിളിക്കുന്നതാണ്. അത് അടഞ്ഞു കിടക്കണ വാതിലിൽ പോയി മുട്ടിയാ പോരെ? തുറന്നു കിടക്കണ നമ്മളെ വാതിൽ എന്തിനു വന്ന് മുട്ടണം? അല്ല, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത് ഡാൻസ് പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞില്ല? നിങ്ങൾക്ക് എന്ത് പരിപാടിക്ക് കളിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഇത് പഠിക്കുന്നത്? അത് എന്റെ സ്കൂളില് യൂത്ത് ഫെസ്റ്റിവൽ. യൂത്ത് ഫെസ്റ്റിവൽ? നാടോടി നൃത്തോ പഠിക്കാനുള്ളേ? ആണാ? നാടോടി നൃത്തം ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടാ? കളിച്ചിട്ടുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്, അതൊന്ന് ഞങ്ങളെ കളിച്ച് കാണിച്ചപ്പോ അതിലെന്തെങ്കിലും കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവളും പഠിപ്പിച്ച് കറക്റ്റ് ചെയ്ത് തരാം. ഫസ്റ്റ് കിട്ടും, ഉറപ്പായിരിക്കും. ഈ പ്രാവശ്യം എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ എണ്ണ മുക്കി പൊരിച്ചിട്ട് ശ്വാസം കൂട്ടി തിന്നുപടി. പക്ഷെ നിന്നെ ഞാൻ വറുത്ത് തിന്നത്തില്ല, പച്ചക്ക് തിന്നതേ ഉള്ളൂ. ഫസ്റ്റ് കിട്ടുക ഡാൻസ് ഒന്ന് കളിച്ച് കാണിക്കും, ശരിയാക്കി തരാ. കളിച്ച് കാണിക്കാവേ. കളം നിറക്കടി കട്ടയെടുക്കടി മെതിച്ചെടുക്കടി പതിരകട്ടടി പൊലിയടക്കടി പത്തായം കതിർമണി നിറക്കടി ഒന്നാരൻ വിളവെടുക്കും പാടം എൻ കണ്ണീരിൻ കഥ നിറഞ്ഞൊരി താതിന്തിമി ധിന്തിമി താരോ തെയ്യന്താരോ താതിന്തിമി ധിന്തിമി താരോ തെയ്യന്താരോ. അടിപൊളി, കിട്ടുക്ക് സാധനം, സൂപ്പർ. അതെ, ഇത് അങ്ങനെ തന്നെ കളിച്ചാൽ മതി. അവര്
കലാതല കൊടുത്ത് കൈ തരും. തന്നില്ലെങ്കിൽ ഇവിടെ തന്നെ ഞങ്ങൾ ഓടിക്കോളൂ. പക്ഷെ എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് ഞാൻ ഈ പരിപാടിയാണല്ലോ അവതരിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ മത്സരിച്ച് കഴിയുമ്പോ മറ്റു ഒരു പിള്ളേരും മത്സരിക്കാൻ വരത്തില്ല. അത് വേറെ ആയിരിക്കൂല, ചിലപ്പോ പേടിച്ചിട്ടായിരിക്കും. ഇത്രയും നല്ല ഡാൻസ് ഒക്കെ വേറെ ആര് കളിക്കാനാണ് അവിടെ? പക്ഷെ അങ്ങനല്ലല്ലോ എന്റെ സ്കൂളിലെ പ്രിൻസിപ്പാൾ പറയുന്നത്. ഞാൻ മത്സരിച്ച് കഴിയുമ്പോ സ്റ്റേജ് ഒടിഞ്ഞ് വീഴുന്ന കൊണ്ടാന്നല്ലേ പറയുന്നേ. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ വെറൈറ്റി ആയിട്ടൊരു പരിപാടി ചെയ്യാൻ തീരുമാനിച്ചു. വെറൈറ്റി എന്താ ചെയ്യാൻ പോണ? ഫയർ ഡാൻസ്. ഫയറാ? അത് ഞങ്ങൾ ഏറ്റവും മുമ്പിൽ വന്നിരുന്ന് കൈയടിക്കാം. അയ്യോ, നിങ്ങൾ മുമ്പിൽ പോയിരുന്നാ പറ്റത്തില്ലല്ലോ. എന്റെ കൂടെ സ്റ്റേജിൽ നിങ്ങൾ രണ്ടുപേരും വരണം. നിങ്ങൾ രണ്ടുപേരെയും തലയിൽ എണ്ണ ഒഴിക്കും, എന്നിട്ട് മൊത്തം അങ്ങ് കത്തിക്കും. അയ്യോ, അപ്പൊ നിങ്ങൾ കത്തുമ്പോഴാണല്ലോ ഞാൻ ഫയർ ഡാൻസ് കളിക്കുന്നത്. ഈ തളക്കം ഭ്രാന്താണ്, ഓടിക്കോ. നിക്കടി അവിടെ, നിക്കടി അവിടെ, നിക്കടി അവിടെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.